ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരെണ്ണം, സബോള 2 എണ്ണം വലുത്, ക്യാപ്സിക്കം 1/2 കപ്പ്, മല്ലിയില പുതിനയില കുറച്ച്, നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ സ്റ്റോക്ക് ഒരെണ്ണം, കാഷ്യൂനട്ട് 10 എണ്ണം. ഞാനിവിടെ ഒരു ഫുൾ കോഴി റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് ഡ്രൈ ആക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഞാനൊന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ അകത്തേക്ക് കയറാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കണം. ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് തന്നെ നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സബോളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് ക്യാപ്സിക്കം. എൻ്റെ 2 കളർ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളെങ്കിൽ അത് ഇട്ടാലും മതി. ക്യാപ്സിക്കം ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. പിന്നെ പച്ചമുളക്, അത് വളരെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞു ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ചു മല്ലിയില പുതിനയില. മല്ലിയില ഇച്ചിരി കൂടുതലും പുതിനയില കുറച്ചും മതിയേ. പിന്നെ വേണ്ടത് ഒരു ചിക്കൻ സ്റ്റോക്ക്, അത് നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞെരടി ചേർക്കുക. കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് നാരങ്ങ നീര്. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ്. ചിക്കൻ സ്റ്റോക്കിന് ഉപ്പുണ്ട്, അത് ഓർത്തിട്ട് വേണം ഉപ്പ് ബാക്കി ചേർക്കാൻ. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് ഞെരടുക. ഉപ്പൊക്കെ മതിയോ, പുളിയൊക്കെ, നാരങ്ങയുടെ പുളിയൊക്കെ ഒന്ന് മതിയോ എന്ന് മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഈ മസാലയെല്ലാം അങ്ങ് പിടിപ്പിക്കുക. നിങ്ങൾക്ക് ചിക്കൻ്റെ തൊലിയോടുകൂടി വെച്ച് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മളൊരു 2 മണിക്കൂർ നന്നായിട്ട് മൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും. ഞാനിവിടെ നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. ഇനിയും ഒരു മീഡിയം തീയിലിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി നമ്മുടെ ചിക്കൻ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിതൊന്നത് തിരിച്ചിടണം. പതുക്കെ ഒന്ന് തിരിച്ചിട്ടാൽ മതി.
ഇനി മൂടി വയ്ക്കാം. നമ്മൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോൾ മേടിക്കുമ്പോൾ ചെറിയ ചിക്കൻ മേടിക്കുക. ഇതൊരു 800 ഗ്രാമിൻ്റെ ചിക്കനാണ്. മൂടി വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഞാൻ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എണ്ണയും എല്ലാം ഇറങ്ങി നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നിങ്ങളൊന്ന് കുത്തി നോക്കുക വെന്തോ ഇല്ലയോ എന്ന്. തിരിച്ചും മറിച്ചും ഒരു 40-45 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ആയിട്ടില്ല. നമുക്കിത് ഒന്നുകൂടി മൂടി വയ്ക്കാം. ചെറു തീയിൽ ഇട്ട് കൊടുത്താൽ മതി, അപ്പം നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇതായിട്ടുണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് ഇതൊന്ന് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ ക്രിസ്പി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലോ പിന്നെ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കാഷ്നട്ട് അരച്ചതോ ചേർക്കാം. അപ്പോൾ ആ ഗ്രേവിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പം ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അതിവിടെ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ ഫുൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ആ ഗ്രേവി ഇച്ചിരി അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കിസ്മസും കാഷ്നട്ടും ഒക്കെ വറുത്തിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്